ശക്തന്റെ കാലത്ത് തന്നെ ഈ ക്ഷേത്രത്തിലെ രണ്ട് സംഭവങ്ങളെക്കുറിച്ച് ചരിത്രത്തിൽ പ്രതിപാദനമുണ്ട്. അതൊന്ന്, ശക്തൻ സാമൂതിരി രാജാവിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട കഥയാണ്. അതിന് തന്നെ മറ്റൊരു ഉപകഥയുമുണ്ട്. ഇത് ശക്തനല്ല, അത് ആദ്യത്തെ പെരുമ്പടപ്പ് സ്വരൂപത്തിലെ രാജാവായിരുന്ന ഉണ്ണികോയിൽ രാമവർമ്മയാണ് എന്നൊരു കഥ, ഒരു വാദം കൂടിയുണ്ട്. ഏത് വാദമായാലും വടക്കേക്കര പാലസിൽ കീഴടക്കുന്നതിന് വേണ്ടി സാമൂതിരിപ്പാട് വന്നപ്പോൾ അതിൽ രണ്ടാമത്തെ നിലയിലുള്ള അറയിൽ ഇരിക്കുകയായിരുന്നു അന്നത്തെ കൊച്ചി രാജാവ്. ഒരു പക്ഷേ അത് ശക്തൻ തമ്പുരാനാകാം, അല്ലെങ്കിൽ ഈ ഉണ്ണിരവി കോയിൽ തമ്പുരാനുമാവാം. അവരെ ഭക്തപ്രിയം മഠത്തിലെ ഓത്തന്മാർ രക്ഷപ്പെടുത്തി എന്നാണ് കഥ. രാജാവ് തടവിലാക്കപ്പെട്ടതറിഞ്ഞ് കാവൽ നിന്ന സാമൂതിരിയോട് ഈ ഭക്തപ്രിയത്തിലെ ഓത്തന്മാർ പറയുന്നു, ഞങ്ങൾക്ക് സ്ഥാനമൊഴിയുന്ന രാജാവിനെ ഒന്ന് കാണണം. ഈ ആപത്ത് കാലത്ത് രാജാവിനെ കണ്ട് യാത്ര പറയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വരികയാണെന്ന് പറയുന്നു. അങ്ങനെ സാമൂതിരി അത് അനുവദിക്കുന്നു. രാജാവിൻ്റെ ഉള്ളിലെ അറയിലേക്ക് ചെല്ലുന്നു. അങ്ങ് ഇവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് പറയുന്നു. രക്ഷപ്പെടാൻ അവർ തന്നെ ഒരു ഉപായം നിർദ്ദേശിക്കുന്നു. അകത്തേക്ക് കയറിപ്പോയ, സ്വാധ്യായകിണ്ടിയുമായി കയറിപ്പോയ 18 ഓത്തന്മാരിൽ ഒരാളുടെ വേഷം ആ രാജാവ് ധരിക്കുന്നു. രാജാവിൻ്റെ വേഷം ആ ഓത്തനും ധരിച്ചിരിക്കുന്നു. അത് പെരുന്തിടമ്പ് നമ്പൂതിരിയാണ് ആ വേഷം ധരിച്ചതെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ രാജാവ് അവിടെ നിന്ന് ഒരു ഓത്തൻ്റെ വേഷത്തിൽ രക്ഷപ്പെടുകയും പെരുന്തിടമ്പ് നമ്പൂതിരി അവിടെ രാജാവിൻ്റെ വേഷത്തിൽ ഇരിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. സാമൂതിരി അകത്ത് കയറി വന്നപ്പോൾ കണ്ടത് രാജാവിൻ്റെ വേഷത്തിൽ പെരുന്തിടമ്പ് നമ്പൂതിരി ഇരിക്കുന്നതാണ്. ബ്രാഹ്മണ ശാപം ഭയന്ന് ആ നമ്പൂതിരിയെ സാമൂതിരി രാജാവ് ശപിച്ചില്ല, പകരം ഞങ്ങളെ കഷ്ടപ്പെടുത്തിയല്ലേ എന്ന് മാത്രം പറയാനുണ്ടായത്. അങ്ങനെ അദ്ദേഹത്തിനെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിന് തയ്യാറായത് ഭക്തപ്രിയം ക്ഷേത്രത്തിലെ ഓത്തന്മാരായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രം സത്യാഗ്രഹ കാലത്ത് അടച്ചിട്ടപ്പോൾ തൃശ്ശൂരിലെ മിക്കവാറും ഭക്തന്മാരെല്ലാവരും ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പകരം വന്നിരുന്നത് ഭക്തപ്രിയം ക്ഷേത്രത്തിലാണ്. അങ്ങനെയും ഭക്തപ്രിയം ക്ഷേത്രത്തിന് ചരിത്രത്തിൽ ഒരു വലിയ ഒരു സ്ഥാനമുണ്ട്. മാത്രമല്ല, ഭക്തപ്രിയം ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് ഒരു ദർശനം നമുക്ക് നടത്തുമ്പോൾ തന്നെ അതിൻ്റെ ചൈതന്യത്തിൻ്റെ ശക്തി നമുക്ക് ബോധ്യമാവും. കാരണം അത്രമാത്രം മനോഹരമായിട്ടുള്ള അണിയിച്ചൊരുക്കലാണ്, അല്ലെങ്കിൽ ചമയിക്കലാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. നാം ഗുരുവായൂരൊക്കെ പോകുമ്പോൾ കാണുന്ന അതേ മനോഹാരിത നിറഞ്ഞ ശ്രീകോവിലിൻ്റെ ഉള്ളിലെ ആ ചമയത്തിൻ്റെ ഭംഗി നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അതാണ് ഭക്തപ്രിയം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത.